രാധിക ചേച്ചി. എന്റെ വീടിന്റെ അടുത്തേ ആന്റിയെ പോലെ ഒരു ചേച്ചിയുണ്ട്, രാധിക ചേച്ചി. മോന്റെ വീട് എവിടെയാ? അതൊരു അമ്പലത്തിന്റെ അടുത്താ, കൃഷ്ണന്റെ അമ്പലം. അതല്ലെങ്കിൽ ഞാൻ വിധിക്കുന്ന ഒരു കുഴി അതിലൊടുങ്ങുന്നേ. മനസ്സിലായി? ഇനി ഇവിടുന്ന് ഞാൻ പുറലോകം കാണാൻ തോന്നുന്നില്ല. അവസാനമായിട്ട് എൻ്റെ മോളെ ഒന്ന് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാക്കി തരണേ എൻ്റെ കൃഷ്ണ. അമ്മ 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 അമ്മ. മരുന്ന് വേണ്ട, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ബിച്ചു, മര്യാദയ്ക്ക് ഇത് കഴിക്കേ. ഡോക്ടർ വന്ന് എന്താ നടക്കാന്ന് അറിയാലോ. ആര് വന്നാലും ഞാൻ കഴിക്കില്ല, എനിക്ക് വിശക്കുന്നു. എനിക്ക് ഭക്ഷണം എന്താ? ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇപ്പൊ ഗുളിക കഴിക്കേ. കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം തരാം. എനിക്ക് മരുന്ന് വേണ്ടെന്നല്ലേ പറഞ്ഞേ. കൊണ്ടുപോ. ബിച്ചു, ബിച്ചു അവിടെ നിക്കാൻ. ഇങ്ങോട്ട് പിടിക്കേ. ഞാൻ വരില്ല, എനിക്ക് മരുന്ന് വേണ്ട. എന്താ എന്താ പ്രശ്നം? അവൻ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ബിച്ചു ഇവിടെ വാ, ഇങ്ങോട്ട് വരാൻ. ഞാൻ വരില്ല. വരാനാ പറഞ്ഞേ. എന്നെ കൊണ്ടുപോകല്ല, എനിക്ക് മരുന്ന് വേണ്ട. പിടിക്കവനെ. ഞാൻ വരില്ല, എന്നെ കൊണ്ടുപോകണ്ട. ബിച്ചു കേൾക്കാൻ അടങ്ങി നിൽക്കാൻ. ഇങ്ങോട്ട് വരാൻ. അടങ്ങി നിക്ക് ബിച്ചു. എന്നെ വിട്. മോനെ എനിക്ക് മരുന്ന് വേണ്ട, എന്നെ വിട്. കേക്ക്.
അവന് വീട് ഇല്ല അടങ്ങി നിൽക്കാൻ എന്നെ വിട് മാറ്. അയ്യോ നിക്കവിടെ അയ്യോ നിക്കാൻ ഞാൻ വരൂല. ഡേയ്, എന്താ അവിടെ? മരുന്ന് കൊടുത്തിട്ട് കഴിക്കുന്നില്ല. ഈ മുറിയിലേക്ക് ഓടിക്കയറി. ഇപ്പൊ തന്നെ മുറിയിലേക്ക് ആകാ സർ. ബിച്ചു, മുറിയിലേക്ക് പോ. ഞാൻ വരില്ല. എന്നെ കൊണ്ടുപോകാൻ നോക്കണ്ട. ഇവിടെ വരാൻ. ഞാൻ വരത്തില്ല. ഏയ് വേണ്ട. പ്രധാനപ്പെട്ട ചില ആളുകൾ ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവര് പോകുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. പുറത്ത് തന്നെ ഉണ്ടാവണം. അഞ്ചോ 10 മിനിറ്റ് ഇവൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. മറ്റൊന്ന് ഈ മുറി സംഭവിക്കാൻ പാടില്ല. കേട്ടല്ലോ? മോൻ എന്തിനാ ഓടിയത്? എനിക്ക് മരുന്ന് വേണ്ട ആന്റി. എനിക്ക് വിശക്കുന്നു. എനിക്ക് ഭക്ഷണം വേണം. എടുത്തേ അതങ്ങെടുത്ത് കൊടുക്ക. മോനെ വാ വാ ഇരിക്ക. പതുക്കെ. രാധിക ചേച്ചി എന്റെ വീടിന്റെ അടുത്ത് ആന്റിയെ പോലെ ഒരു ചേച്ചിയുണ്ട്, രാധിക ചേച്ചി. മോന്റെ വീട് എവിടെയാ? അതൊരു അമ്പലത്തിന്റെ അടുത്താ, കൃഷ്ണന്റെ അമ്പലം.